അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. കുറേ ദിവസമായി പോയിട്ട്. കഴിഞ്ഞൊരാഴ്ച ഒന്ന് പോയി പോന്നു. ഇനിയിപ്പോൾ കുട്ടികളെ കൊണ്ട് പോവുകയാണ്. അവർക്ക് കുറേ ദിവസമായിട്ട് ആഗ്രഹം എങ്ങോട്ടേലും പോവുക, അമ്മമ്മ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇത്രയുള്ള എൻ്റെ മുടി, കുറച്ച് മുടി തലപ്പൊക്കെ പോയിട്ട് കറ്റായിരുന്നു. അപ്പം ഇതങ്ങോട്ട് കെട്ട് ഒക്കെ പാട് പിടിച്ച സാധാ ഞാൻ ക്ലിനിക്കിൽ പോകുമ്പോൾ കിട്ടണ പോലെ തന്നെ മുടി പരത്തിയിട്ട് പോകാൻ പറ്റില്ല. അരച്ച് അറ്റം മറ്റേ നന്നല്ല മുടിയുടെ തലപ്പേ, ആ തലപ്പ് ഇങ്ങോട്ട് പറ്റങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരത്തിയിട്ടൊരു ഇതില്ല. അപ്പോൾ ഞാൻ ഒക്കെപ്പാടെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒക്കെപ്പാടെ പിടിച്ചിട്ട് മടക്കിയൊക്കെ ഇട്ട് കഴിക്കാം. ഇപ്പോഴിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യരുത്. ഹെയർ കെയറൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നിനും ഒഴിവില്ല. ആകെ നമുക്കൊരു തിരക്കല്ലേ. ഇനിയിപ്പോൾ തിരഞ്ഞു പിടിക്കണം മുടി കെട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കും. എപ്പോഴൊക്കെ മുടിയുടെ അറ്റം അങ്ങോട്ട് കയറി നിൽക്കും. നിങ്ങൾ കേൾക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേൾക്കുന്നത് ഞാൻ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പണി. എൻ്റെ കഴിയുള്ളൂ. എൻ്റെ ഒരുങ്ങാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു. അതൊക്കെ വേഗം കഴിയും. അയ്യോ പോന്നു. എനിക്ക് വയ്യൊക്കെ ദേഷ്യം വരുന്നുണ്ട്. എപ്പോൾ കെട്ടാൻ തുടങ്ങിയാലും ഇക്കിങ്ങനെ എന്താ വിധി ചെയ്ത് എന്നൊക്കെ പാട്ട് വരണം. മുടി കെട്ടിയൊന്ന് സെറ്റാകുമ്പോൾ മുടി അറ്റത്ത് കൂടെ താഴെ കൂടെ പോയിട്ടുണ്ടാവും. റിബണിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ടാവും. ഞാൻ ആദ്യം ഇങ്ങനെ കെട്ടി റെഡിയാക്കി ഇങ്ങോട്ട് കെട്ടി സെറ്റാക്കും. അപ്പം ഒന്ന് റെഡിയായി. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ കെട്ടണം എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ മുടി കെട്ടുമ്പോൾ അനാലിസിസ് സുഖം, കംഫർട്ടബിൾ അല്ലേ? ഇതിൻ്റെ കഴുത്ത് കുറച്ച് കൂടുതലാണ്. എല്ലാം കൂടെ സെറ്റ് ചെയ്താലേ സമാധാനം. എൻ്റെ കുളിക്കുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും കുളിക്കുമ്പോൾ. അപ്പോൾ 2 ദിവസമായിട്ട് കളർ ഇടുന്നുണ്ട്. അങ്ങനെ ഇത് സെറ്റാക്കും. വോയിസ് കൊടുത്ത് സെറ്റാക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കാണും. സ്കൂൾ വീട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ ഒരു വെപ്രാളത്തിൽ പോകണതാണ്. വീട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ എന്താണ്ടേ തിരക്കിപ്പെട്ടിട്ട് ഓടണ്ടേ. ഹായ് വാ, ഹായ് വാ. ഇഷ്ടായി കാർട്ടൂൺ കണ്ടിങ്ങനെ ഇരിക്കാം. അന്ന് നീച്ച് പോകണം എന്നുള്ളൊരു ബോധമൊന്നുമില്ല. ഇങ്ങനെ കാർട്ടൂൺ കാണും. അങ്ങനെ നോക്കാം, എനിക്ക് നോക്കാം. പോകേണ്ട ഒരു തിരക്കാം. എന്താ കാർട്ടൂണിൻ്റെ ഉള്ളിൽ കണ്ണം തട്ടിരിക്കും. ഉണ്ടോ ആ സൈഡിൽ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? രണ്ടുമൂന്ന് വെറുതെ നിന്ന് എഴുതിയിട്ട് കട്ടപ്പായിട്ട് വെച്ച് കൊടുക്കാം. അത്ര പോരെ. ഇഷ്ടമായോ? അങ്ങനെ മതിയോ? ഇനി പൗഡർ ഇതിൽ അതിന് മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് പൗഡർ കൊടുക്കുക. ഒരു അങ്ങോട്ട് നോക്കേ, ഇത് നോക്കേ. രണ്ടുപേരുടെ ഗഡ്ഡടി വിത്തിന് കാലം. ഗഡ്ഡടി വിത്തിനാണ് ഗഡ്ഡടി വിത്തിന്. പിങ്കല്ലേ വേണ്ട. പിങ്കല്ല, അതിന് വൈറ്റ് ആണ്. ഈ വൈറ്റ് ആണത്. ഇതാ ചണ്ടാണ്, വൈറ്റും പിങ്കും ഉള്ളത്. അതാ ചണ്ട, അതാണ് ഇളക്കല്ലേ. കുട്ടി വൈറ്റും പിങ്കും ആണ്. ആ പിങ്ക് രസമല്ല. അതിൻ്റെ കണ്ടോ ഈ വൈറ്റും എന്താ പിങ്കും വൈറ്റും കൂടെ മിക്സിങ്. അതല്ലേ ഉടുപ്പിന് ചന്തം. ആ പിന്നെന്താ ഇട്ടാ പോരെ. നോക്കേ കളിയെ പർപ്പിളുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കുമല്ലോ പർപ്പിൾ. ഇളക്കല്ലേ.
എങ്ങനെയുണ്ട്? ഇവളുടെ കഴിഞ്ഞു. ഗെറ്റ് റെഡി വിത്ത് മീ. ഓ സുന്ദരിയായിരുന്നു. ബായ് 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 ബായ്. ഫോട്ടോ കാണാൻ ബ്ലൂ ബ്ലൂ അതുപോലല്ല. ആ ബ്ലൂ ആണ്, പക്ഷെ പർപ്പിളാണ് ശരിക്കും അല്ലേ? പിന്നല്ല ഈ ഉടുപ്പ് ഇഷ്ടമായോ? ഉടുപ്പ് അല്ലേ ഫോട്ടോയിൽ കാണാൻ ബ്ലൂ 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 പോലെ ഉണ്ടോ? പക്ഷെ അത് പർപ്പിളല്ലേ? ആണോ? പിന്നെ ഇത് പർപ്പിൾ. അമ്മ ഫോട്ടോ ഇങ്ങനെ നോക്കാൻ പാടില്ല, ഇതില്ല ബ്ലൂ ആയി. ബ്ലൂ ആണോ? ഒതുങ്ങിയിരിക്കല്ലേ? ഇങ്ങോട്ട് തിരിയേ, ഇങ്ങോട്ട് തിരികെ കുട്ടിയെ. ഈ മുടിയൊന്ന് കെട്ടട്ടെ. ഇവിടെ സൈഡ് കുത്താനിക്കുക. ഇങ്ങോട്ട് തിരിയേ. ഇങ്ങോട്ട് തിരിയേ. ഈ പൗഡർ ഇടട്ടെ അവിടെ വെക്ക്. മഴ ആയോട്ടെ തലയൊക്കെ തിങ്കൾ ടു വെള്ളി വരെ കുട്ടികളുടെ സ്കൂളാവുകൊണ്ട് നനയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മേലൊഴിച്ച് കൊടുത്തിട്ട് മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ചെയ്യാറുണ്ട് പുറത്തേക്ക്. ഇതിപ്പോൾ എന്താ തല കഴുകണേ, നല്ല തേച്ചത് കഴുകി എന്നിട്ട് അങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്ക് നേരല്ല തുടത്തി എനിക്ക് കഴിക്കണം. നേരല്ല തുടത്തി ഇത് അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ കളിക്കും. അപ്പോൾ എന്താ പറയുക, തിങ്കൾ ടു വെള്ളി വരെ യൂണിഫോം. അപ്പോൾ തല കളിക്കാൻ പറ്റില്ല, അപ്പോൾ തലീരെ കട്ടെ. അപ്പോൾ എന്താ ടീ ഞാനത് പിന്നെ മുടി കഴുകി കൊടുത്തിട്ട് ഇപ്പോൾ നനച്ചിറക്കാണ്. അപ്പോൾ മുടി അങ്ങനെ രണ്ട് സൈഡും വേഗം കെട്ടി കൊടുക്കുക ചെയ്യും. പക്ഷേ അപ്പോൾ അതിന് കെട്ടാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് മുടി ചീന്തിയിട്ട് സൈഡ് കൊടുക്കും അല്ലേ? അമ്മ വീട്ടിൽ പോകാൻ ഞങ്ങൾ അമ്മമ്മൻ്റെ വീട്ടിൽ പോകാൻ ഞങ്ങൾ അല്ലേ? ഞങ്ങൾ എവിടേക്ക് പോവാണ്? ഇഷ്ടപ്പെട്ട പർപ്പിളും പിങ്കും കൂടെ മിക്സ് ചെയ്യണം ഞങ്ങൾ. അപ്പോൾ പർപ്പിൾ കളറല്ല, ബ്ലൂ കളറും ബ്ലൂ ഉണ്ട്. ഇല്ലല്ലോ, ഇതിൽ ബ്ലൂ ഉണ്ടോ? ഇല്ല, പർപ്പിൾ കളർ മാത്രമല്ല രണ്ടുകൂടെ മിക്സ് ചെയ്താലേ പർപ്പിൾ കളർ വരുള്ളൂ കുട്ടിയെ. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ രണ്ട് കളർ വരും. ഇനി ഇത് കളറില്ല, കുറച്ച് വെള്ളം എടുത്ത് തരുമോ? മാറോ? കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ലൂസാക്കട്ടെ. ഇത് കളറില്ലേ ഒക്കെ കട്ട ഇതായിരിക്കണം. പക്ഷേ ഇങ്ങനത്തെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും കാലം മുന്നേ കണ്ടോ, കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ആരോട്ട് കൊടുക്കുന്നതാണ്. ഞാനെന്താ ഇത് താട്ടേറ്റ് കൊടുക്കുന്നതാണ് തോന്നുന്നു. ഇവിടെ വാങ്ങിക്കില്ല, താട്ടേറ്റ് കൊടുക്കാറുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. നിങ്ങളുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പം എവിടെ ഞാൻ വെള്ളം ഉണ്ടാക്കാം? ഇത് കുറച്ചല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടു. ഇത് കുറച്ച് നല്ല കുറഞ്ഞ ഡ്രസ്സിനെ പറ്റിയ കളർ പോലെ ഇടാൻ കളറായി. ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഏത് പിങ്കും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കട്ടെ, കളർ നല്ല വേണമെങ്കിൽ റെഡി അല്ലേ? കണ്ടോ പർപ്പിൾ കളർ ഉണ്ടോ? കണ്ടോ? കണ്ടല്ലേ കണ്ടല്ലേ പർപ്പിളായില്ലേ? അതല്ല പർപ്പിൾ കളറാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ നോക്കിയൊക്കെ, എൻ്റെ ഡ്രസ്സിൻ്റെ കളറാ. നിങ്ങളുടെ വാ, ഇനി വായില്ല വെള്ളം കൂടെ മിക്സ് ചെയ്യട്ടെ. വാ അത് താഴെ കൂടെ കുറച്ചില്ലാട്ടെ. ഞാൻ ഐഡിയ എന്തെന്ന് ഐഡിയ സംഭവിച്ചു. ആ പർപ്പിൾ കളറായി. കണ്ടോ? കണ്ടപ്പോ പർപ്പിളല്ലേ? അതെ, പിന്നെ കയ്യിന് അലർജി ചെയ്യുന്നുണ്ട്, ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കല്ലക്കാരി സ്പൂൺ കൊണ്ട് കഴിക്കും. അത് ഇതാക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും. ഇത് കഴിക്കുക. കൈമ അലർജി ആയിട്ട് പറ്റുന്നില്ല, ഈ കറികളൊന്നും എടുക്കാൻ വരുന്ന പറ്റാണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യും. എൻ്റെ വലിയ കഴിക്കാട്ട് പറ്റുള്ളൂ. ഇത് കാണുമ്പോൾ മാടി പിടിക്കും. കഴിക്കില്ല ഇല്ല, മിക്സ് ചെയ്യും. പൊട്ടിച്ചിട്ട് കഴിക്കാൻ നന്നായി നല്ലത് അരച്ചാണ്. ഇവിടെ എന്തോ എഴുതിയിട്ട്
അങ്ങടെ കൊണ്ട് നടക്ക് 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 ഒരു സ്ഥലയിൽ പോയിക്കോ. ഇത് ചാടി കുറച്ചു നേരം കളിക്കും. ഇതിനും അതിനും കൂടെ 50 മുതലാക്കട്ടെ. എൻ്റെ വീട്ടിലോട്ട് എത്തിയോ? എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ വീട്. റീലെടുക്കണേ. വണ്ടിയിൽ വരുമ്പോൾ ഇതിൻ്റെ മുടിയിൽ ഒരു സാധനം കുടുങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടോ. ഇതെൻ്റെ വീട് കുറച്ച് കുഞ്ഞൊരു വീടാണ്. ഒരു 4 റൂം, കുഞ്ഞൊരു അടുക്കള, ഇത്ര തന്നെ ഉള്ളൂ. വീട്ടിലോട്ടെത്തി. അങ്ങനെ ഞാൻ അമ്മയുടെ ഡ്രസ്സ്, അമ്മയുടെ സാരി, മാക്സി ആണ് കേട്ടോ, സാരി എന്നല്ല മാക്സി എടുത്തിട്ടു. ഇവിടെ വന്നാൽ അമ്മയുടെ മാക്സി ഇട്ടാലൊരു സമാധാനം രസമുണ്ടാവും. നമ്മുടെ മാക്സി കേട്ടത് ഇതാണ്. രസമുണ്ടോ? നമ്മുടെ മാക്സിയാണ് എനിക്കിഷ്ടം. ഇവിടെ വന്നാലേ ഞാൻ മാക്സി ഇടുള്ളൂ. വീട്ടിലൊക്കെ അപ്പൊക്കെ എൻ്റെ കുട്ടിയൊക്കെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ എന്തോ സൗണ്ട് ഉണ്ട്. എല്ലാവരും ഞാൻ കാണിച്ചു തരാം വഴിയെ. ഓക്കെ ബൈ. ഇനി കുട്ടികൾ കഴിക്കാനൊക്കെ കൊടുക്കാണ്ട് എന്തോ ഒക്കെ ഉണ്ട്, നോക്കട്ടെ, എന്നിട്ട് കാണാം. അല്ലെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ചോറുണ്ട്, ചോറ് മാത്രമേ ഉള്ളൂ. മീൻകറി ഉണ്ട്. ഇതിലെന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ചക്കരക്കിഴങ്ങ് കഴിച്ചത്. മീൻകറി ഉണ്ട്. അതിൻ്റെ കയ്യിൽ വീണ് കൊണ്ടെടുക്കണം. ഒരു പൊട്ടിക്ക് തരുമോ? എന്തടിയല്ലേ ഞാൻ പറഞ്ഞ, ഒരു പൊട്ടുതാ. അവൾ പൊട്ടിച്ചു തരും നോക്ക്. ഈശ്വര ഭഗവാനേ. അതുണ്ടാ കാനോ എന്ന് വിളിച്ചോ? അയ്യോ ഇനിയിപ്പൊ പോകാൻ നേരായി. അതാ പോകുന്നു എൻ്റെ അമ്മച്ചി. അമ്മന്റെ പൊളിയില്ല. എന്റെ മുടി പൊളിഞ്ഞാലും പോട്ടെ വെക്കാം. ഞാനാ വിട്ടുന്നേ. ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ കം എന്താ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. ബ്യൂട്ടീഷ്യൻ കം ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് കേട്ടോ. മുടി വെട്ടാണ്. കുറച്ചും കൂടി മുള്ളും കൂടി വെട്ടാണ്ട്. വായലൊന്നും കൊള്ളണില്ല. എന്താ ചെയ്യാ? കുറച്ചും കൂടി പൊടിക്കും. ഞാൻ കാണിച്ചു തരാം. ഒരു മുടിവെട്ടൻ ബാർബർ ഷോപ്പാണ് ഇവിടെ എന്ന് പറയാല്ലേ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? എന്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അതന്നെ എണ്ണ തേക്കാൻ സംഭവമില്ല. അല്ല
അപ്പോൾ ഈ റൂം എന്താണ്